നമസ്കാരം ആർ പി. നമസ്കാരം. ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാവുകയാണ്. പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ബലൂചിസ്ഥാൻ അവരുടെ രാജ്യത്തിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും ബലൂചിസ്ഥാനികൾ ഒരിക്കലും പാകിസ്ഥാനെ അംഗീകരിച്ചിരുന്നില്ല. ഈ വിഷയം ആർ പിയുമായിട്ട് തന്നെ ചർച്ച നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും അവിടുത്തെ ഒരു വംശീയ ചൂഷണവും ആ പ്രദേശത്തിന്റെ ഒരു ഭൂസമ്പത്ത് പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്ത് ആ പ്രദേശത്തെ ജനങ്ങളെ അവഗണിച്ചിട്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രതിഷേധം, അതിന് പിന്നാലെ ഉണ്ടാകുന്ന പരസ്പരമുള്ള ഒരു സംഘർഷം, അതിപ്പോൾ ഒരു ഭീകരാക്രമണത്തിന്റെ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇപ്പോൾ കറാച്ചിയിൽ നടന്ന ഭീകരാക്രമണം ആയിരിക്കും മനോജ് ഉദ്ദേശിച്ചത്. അതെ, ഒരു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് കറാച്ചിയിൽ ഈ ഒരു ഭീകരാക്രമണം നടക്കുന്നത്. സിന്ധ് റെജിമെന്റിന്റെ ആസ്ഥാനത്ത് ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഈ ആക്രമണം നടക്കുന്നത്. ഈ പാകിസ്ഥാൻ, ഞാനത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ആദ്യം ഞെട്ടിപ്പോയത്, പാകിസ്ഥാൻ ഇന്ത്യയിൽ ചെയ്യുന്നത് എന്താണോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കശ്മീരി ഭീകരരെയും അതേപോലെ ഖാലിസ്ഥാൻ ഭീകരരെയും ഒക്കെ ഉപയോഗിച്ച് ഒരു കാലത്ത് ചെയ്തതും ഇപ്പോൾ കശ്മീരി ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ആ ഒരു അതേ പാറ്റേണിലാണ് ഈ പറയുന്ന സിന്ധ് റെജിമെൻറ്റിൻ്റെ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയത്. പട്ടാളക്കാരുടെ വേഷത്തിൽ ഭീകരർ വരുന്നു, അവരെ ഗേറ്റ് പൊളിച്ച് അകത്തേക്ക് കയറുന്നു, സ്ഫോടക വസ്തുക്കൾ നിറച്ച വണ്ടിയുമായിട്ട് അകത്ത് കയറുന്നു, ആൾക്കാരെ തുരുതുര വെടിവെക്കുന്നു, നിരവധി ഓഫീസേഴ്സ് മരിക്കുന്നു. ഇവരെ 4 പേര് മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. 4 സിന്ധ് റെജിമെൻറ്റിൻ്റെ പട്ടാളക്കാർ മരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ 4 അല്ല എന്നാണ് ഇപ്പോൾ പല മീഡിയാസും റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി ആൾക്കാർ മരിക്കുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 6 ഭീകരരിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരാളെ ഇവർ ജീവനോടെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ പാറ്റേൺ കണ്ടപ്പോൾ ഞാൻ നോക്കിയത്, ഈ വിതച്ചത് കൊയ്യും എന്ന് പറയുന്നത് എത്ര ശരിയാണ് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് ആക്രമണം നടത്താൻ പോയിട്ടില്ല, പക്ഷേ പാകിസ്ഥാൻ സ്ഥിരം ചെയ്യുന്ന കാര്യം ഇപ്പോൾ പാകിസ്ഥാന് മറ്റൊരു തരത്തിലാണെങ്കിലും തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുക. അവരുടെ പടിവാതിൽക്കൽ തന്നെ എത്തി നിൽക്കുന്നു, അതല്ലെങ്കിൽ പടിവാതിൽക്കൽ പൊളിച്ച് അകത്ത് കയറിയിരിക്കുന്നു എന്ന് പറയാം. അതെ, ഈ പറയുന്നത് പോലെ ഇതൊരു ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ഇവർ ഭീകരരെ വളർത്തിക്കൊണ്ടുവരുന്നു. ഇപ്പോൾ അതേ ഭീകരരെ അവർക്കെതിരെ തിരിയുന്നു, അല്ലെങ്കിൽ അതുപോലെ ഭീകരവാദം പാകിസ്ഥാൻ്റെ വിവിധ മേഖലകളിൽ ഉയർന്നു വരുന്നു. ഇതിപ്പോൾ ഖൈബർ പക്തൂൺഖ്വയിൽ മാത്രമല്ല, ബലൂചിസ്ഥാനി മാത്രമല്ല, സിന്ധിലും ഇപ്പോൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിൽ, പാക് അധിനിവേശ കശ്മീരിലും ഒക്കെ ജനങ്ങൾ, നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ പഞ്ചാബി ഡൊമിനേഷൻ, പഞ്ചാബികളുടെ ഒരു അപ്രമാദിത്വത്തിനെതിരെ ഇവരെല്ലാം ഇപ്പോൾ കയ്യിൽ ആയുധങ്ങളുമായിട്ട് റോഡിലിറങ്ങുകയാണ്. അപ്പോൾ അത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഒരു വലിയ ഭീഷണിയാണ്. മനോജ് പറഞ്ഞതിലെ ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടത്, ഇത് ബലൂചിസ്ഥാനും പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല. ഇപ്പോൾ കറാച്ചിയിലെ ഈ ആക്രമണത്തിന് പാകിസ്ഥാൻ 2 രീതിയിലാണ് ഉത്തരം പറഞ്ഞത്, അല്ലെങ്കിൽ 2 രീതിയിലാണ് പ്രതികരിച്ചത്. ഒന്ന്, പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അത്തുള്ള തരാർ, നമ്മുടെ മെഹർ തരാറിൻ്റെ ബന്ധുവൊന്നുമല്ല, പക്ഷേ അത്തുള്ള തരാർ, അയാൾ പറഞ്ഞത് ഇത് ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ്. ആദ്യം പറഞ്ഞത് ഇന്ത്യയാണ് ഈ ആക്രമണം നടത്തിയത്. അതായത് ഇന്ത്യ ഇതിനകത്ത് നിഴൽ യുദ്ധം നടത്തുന്നു, ആൾക്കാരെ ഉപയോഗിച്ച് ഞങ്ങളെ ആക്രമിക്കുന്നു, ഭാരതത്തിൻ്റെ പേര് ആവശ്യമില്ലാതെ വലിച്ച് ഇട്ടു. ഇനി പക്ഷേ അതിനേക്കാൾ വലിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടമാണ്. ഇതിൽ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തെയും കൂടി അവർ വലിച്ചിട്ടിട്ടുണ്ട്. കാരണം നേരെ ഇവർ പോയി ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തുമ്പോൾ ഇവർ നേരെ പോയിട്ട് അഫ്ഗാനിസ്ഥാൻ മേഖലയിലെ അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി പ്രദേശത്ത് ബോംബിടുകയാണ് ചെയ്തത്, അല്ലേ? ബോംബിട്ടു, നിരവധി ആൾക്കാർ മരിച്ചു. 29-30 പേര്, സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഗ്രാമീണരും മരിച്ചു എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അന്താരാഷ്ട്ര വിഷയമായിട്ട് മാറിക്കഴിഞ്ഞു. അതായത് ഭാരതത്തിൻ്റെ അയൽവക്കത്തുള്ള 2 മുസ്ലിം രാജ്യങ്ങൾ, അതും 2ഉം സുന്നി രാജ്യങ്ങൾ, ഈ 2 രാജ്യങ്ങളിലും 85 തൊട്ട് 90% വരെ സുന്നികളാണുള്ളത്. ഏതാണ്ട് 10%, 15% മാത്രമേ ഷിയാക്കളുള്ളൂ. അപ്പം അങ്ങനെ പോലും പരസ്പരം യാതൊരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റോ വരണ്ടാത്ത 2 മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ വലിയ തോതിൽ സംഘർഷം വർദ്ധിക്കുന്നു. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ ഈ മേഖലയിലെ സമാധാനം നമുക്ക് അത്യാവശ്യമാണ്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അഫ്ഗാനിസ്ഥാന്റെ കാര്യം ആർ പി പറഞ്ഞതുകൊണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇപ്പോൾ നമ്മുടെ ബന്ധം ഒന്ന് മെച്ചപ്പെടുത്തി വരികയാണ് പഴയ രീതിയിലേക്ക്. പണ്ട് അഫ്ഗാനിസ്ഥാൻ ഈ താലിബാന്റെ ഭരണത്തിന് മുൻപ്
ഉണ്ടായിരുന്ന ഭരണകൂടത്തോട് എങ്ങനെയായിരുന്നോ ഭാരതത്തിന്റെ ബന്ധം അതിനേക്കാൾ മെച്ചപ്പെടുത്തി വരുന്ന ഒരു തലത്തിലാണ്. അപ്പോൾ അവിടെ ഒരു സംഘർഷം ഭാരതത്തെ തീർച്ചയായും ബാധിക്കും. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭീകരവാദത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച അവസാനം ഭീകരവാദം അവരുടെ നേരെ തിരിഞ്ഞതുപോലെ തന്നെ ഇവർ അഫ്ഗാനിസ്ഥാനിൽ ചെയ്ത പാകിസ്ഥാൻ പ്രത്യേകിച്ച് ISI ചെയ്തത് അതും അവർക്ക് തിരിച്ചടിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം വീണ്ടും താലിബാൻ ഏറ്റെടുത്തപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പാകിസ്ഥാനികൾക്ക്, പ്രത്യേകിച്ചും ISIക്ക്. ഓർക്കുന്നുണ്ടാവും, അന്നത്തെ ISIയുടെ തലവൻ നേരെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവിടെ നേരെ കാബൂളിലെത്തുന്നു, അവിടെ ചായ കുടിക്കുന്നു, ചായ കുടിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. അപ്പോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നതും അദ്ദേഹം ഉദ്ദേശിക്കുന്നതും ഇതാണ്: ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്ന സർക്കാരിൽ ഇന്ത്യക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു, ഇനി ഇത് താലിബാനാണ്, ഞങ്ങളാണ് ഇവരെ നിയന്ത്രിക്കുന്നത് എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം കൊടുക്കാൻ ശ്രമിച്ചത്. പക്ഷെ 2 വർഷം കൊണ്ട് സ്ഥിതിഗതി കംപ്ലീറ്റ് മാറി എന്ന് മാത്രമല്ല, കംപ്ലീറ്റ് ഭരണകൂടം ഇവർക്ക് നേരെ എതിരായിട്ട് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ ഭരണകൂടവുമായിട്ട് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയ തോതിലുള്ള ബന്ധം ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ അത് പാകിസ്ഥാന് കിട്ടുന്ന ഓരോ തിരിച്ചടിയാണ്. പക്ഷേ ഈ സംഘർഷം തീർച്ചയായിട്ടും ഈ മേഖലയിൽ വലിയ അശാന്തി ഉണ്ടാക്കും. ഇപ്പോൾ 2025 മാത്രം ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഏതാണ്ട് 16 ലക്ഷത്തോളം ആൾക്കാർ അഭയാർത്ഥികളായി എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സംഘർഷം ഇനി അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഭാരതത്തിന് ഇടപെടേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവരുടെ 85% വ്യാപാരം നടക്കുന്നത് പാകിസ്ഥാനിൽ കൂടായിരുന്നു. അപ്പോൾ ഇനി അവർ ഇറാൻ വഴിയാണ് ഇപ്പോൾ വ്യാപാരികൾ അവിടെ അഫ്ഗാനിസ്ഥാനിൽ സാധനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഭാരതത്തിനും ഇതിനകത്ത് ഇടപെടേണ്ടി വരും, അഫ്ഗാനിസ്ഥാനെ സഹായിക്കേണ്ടി വരും. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഭാരതവും ഈ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും. ഇനി ബലൂചിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബലൂചിസ്ഥാൻ ആ പ്രദേശം ഈ ഭൂസമ്പത്തുകളാൽ അതിസമ്പന്നമാണ്. അത്തരത്തിലുള്ള ഒരു പ്രദേശത്തിൻ്റെ ഒരു വംശീയത അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരം എന്നുള്ളത് പാകിസ്ഥാനിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. മുസ്ലിങ്ങളാണവർ, എന്നാൽ പോലും അവരുടെ ഒരു സംസ്കാരം വ്യത്യസ്തമാണ്. അതും ഈ സംഘർഷത്തിനൊരു കാരണമാണ്. അവരെ ഒരു 2ാം തരമോ 3ാം തരമോ പൗരന്മാരായി കാണുന്നു, അല്ലെങ്കിൽ പൗരന്മാരായി പോലും കണക്കാക്കുന്നില്ല എന്നുള്ളത്. അവരുടെ ഇപ്പോൾ ഒരു നാളെ അവർക്ക് മുൻപിൽ ഒരു ഓപ്ഷൻ വയ്ക്കുകയാണ്: പാകിസ്ഥാൻ വേണമോ ഭാരതം വേണമോ, നിങ്ങൾക്ക് സഖ്യകക്ഷിയായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരുവാനായി എന്ന് ചോദിച്ചാൽ ആർപിയുടെ അഭിപ്രായത്തിൽ അവരേതായിരിക്കും തിരഞ്ഞെടുക്കുക? ഇല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭാരതം എന്ന് തന്നെ പറയും. പക്ഷെ നമ്മൾ ഇതത്ര സന്തോഷത്തോടെ ആവേശത്തോടെ സ്വീകരിക്കേണ്ട ഒരു കാര്യമല്ല. നമുക്കിതൊരു ആവേശത്തിന് പറയാം എന്നല്ലാതെ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഇതുപോലൊരു സന്ദർഭത്തിൽ നമ്മൾ ഉണ്ടാക്കിയ രാജ്യമാണ് ബംഗ്ലാദേശ്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ താരിഖ് റഹ്മാൻ ഇപ്പോൾ ചൈനയിൽ പോയിട്ട് ഭാരതത്തിന് വലിയ ആശങ്കയും തലവേദനയും ഉണ്ടാക്കുന്ന ചില കരാറുകളാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ബംഗ്ലാദേശ് പൂർണ്ണമായിട്ട് ഒരു ജിഹാദി രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. ജിഹാദികൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ISIക്കും ഒക്കെ വലിയ പ്രാധാന്യമുള്ള, അവർക്ക് വലിയ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള, ഇന്ത്യാവിരുദ്ധ മനോഭാവമുള്ള ഒരു രാജ്യമായിട്ട് മാറി. ഭാരതം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ, ഭാരതീയ സൈനികർ അവിടെ ജീവൻ അർപ്പിച്ചില്ലായിരുന്നെങ്കിൽ, ബലിദാനികളായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം തന്നെ ഉണ്ടാവില്ല. ഇന്ന് ആരും അത് ഓർക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വേറെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ അതിങ്ങനെ അതിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നത് നമുക്ക് നല്ലത് തന്നെയാണ്. കാരണം അതിനകത്ത് ഇതിനൊരു ചരിത്രപരമായ കാര്യം കൂടി ഉണ്ടല്ലോ. ഭാരതത്തിൽ നിന്ന് വിഘടിച്ചു പോയ അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറിട്ട് പോയ പഞ്ചാബികളും അതുപോലെയുള്ള ആൾക്കാരും ചേർന്നുണ്ടാക്കിയതാണ് പാകിസ്ഥാൻ. പക്ഷേ അവർ അന്നു മുതൽ അവിടുത്തെ മറ്റു മേഖലകളിലുള്ള ഗോത്രവർഗ്ഗങ്ങളുമായിട്ട് നിരന്തരം കോൺഫ്ലിക്റ്റിലാണ്. അത് ഖൈബർ പഖ്തൂൺഖ്വയിലെ സിന്ധിലൊരു പ്രത്യേക സംസ്കാരമുള്ളതാണ്, ഇല്ലേ? സിന്ധിന് ഒരിക്കലും പാകിസ്ഥാൻ്റെ ആ ഒരു ചട്ടക്കൂടിനുള്ളിലേക്ക് ലയിക്കാൻ സാധിച്ചിട്ടില്ല. ഖൈബർ പഖ്തൂൺഖ്വയ്ക്ക് സാധിച്ചിട്ടില്ല, ബലൂജികൾക്ക് ഒട്ടും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവരെല്ലാം പറയുന്നത് ബലൂജിനെ കുറിച്ച് ഇപ്പോൾ മനോജ് പറഞ്ഞ വളരെ കറക്റ്റാണ്, വിഭവ സമർത്ഥമാണ്. പക്ഷെ ഒന്നിൻ്റെയും ഗുണം ബലൂജിന് കിട്ടുന്നില്ല. ഏറ്റവും പിന്നോക്ക ഏരിയയാണ്. ഇതിൻ്റെ മുഴുവൻ ഗുണം
കിട്ടുന്നത് പഞ്ചാബികൾ, ഭരണകർത്താക്കളും അവരുടെ കുടുംബങ്ങളും, സെമിന്ദാർ സിസ്റ്റം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ കുടുംബങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നത്. ഇതിപ്പോൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിലും അത് തന്നെയാണ്. കശ്മീരികളെ ഇവർ ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ആടി ഉലയുകയാണ്. അത് തീർച്ചയായിട്ടും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ ആശ്വാസമാണ്. കാരണം നമ്മൾക്കെതിരെ ഇങ്ങനെ നിരന്തരം ശത്രുതയോടെ പെരുമാറുന്ന ഒരു രാജ്യം. പക്ഷേ അതിനർത്ഥം പാകിസ്ഥാനിൽ നിന്ന് വേറിട്ട് പോകുന്ന എല്ലാ സ്ഥലങ്ങളും ഭാരതം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബാധ്യത. ഞാൻ ഈവൻ എല്ലാവരും ഇപ്പോൾ പാക് ഒക്യുപ്പൈഡ് കശ്മീർ പിടിച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ കാണാറുണ്ട്. ഞാൻ അല്പം ആശങ്കയോടെ കാണുന്ന ഒരു കാര്യമാണ്, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഓക്കെ, പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ്? അവിടെയുള്ള കശ്മീരികളുടെ മനോഭാവം എന്താണ്? ആദ്യത്തെ ഈ ഒരു റൊമാൻറ്റിക് പീരീഡൊക്കെ കഴിയുമ്പോൾ അവർ പഴയ ആ ഇന്ത്യ വിരുദ്ധതയിലേക്ക് തന്നെ നീങ്ങും. നമ്മൾ ഒരു കണക്കിലാണ് ജമ്മു കാശ്മീരിലെ ഭീകരവാദം അവസാനിപ്പിച്ച് അവിടെ ഒരു വികസനത്തിൻ്റെ ഒരു പുതിയ യുഗം ഉണ്ടാക്കി കൊടുത്തത്. ഇനി അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഇതുപോലെ ഒരു തീവ്രവാദം വരികയാണെങ്കിൽ എന്തുമാത്രം പണവും ആൾബലവുമാണ് നമ്മളിത് ഓരോ ഭീകരവാദത്തിനെതിരെയും നമ്മൾ പ്രയോഗിക്കേണ്ടി വരുന്നതെന്നുള്ളത് സ്റ്റേറ്റിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതിലേക്ക് പോകണമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായി സ്വയം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയ്ക്ക് ഭാരതം പരോക്ഷ പിന്തുണ കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ ചെങ്കോട്ടയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പോലും ഒരിക്കൽ അത് പറയുകയും ചെയ്തതാണ്. അപ്പോൾ പരോക്ഷ പിന്തുണ തീർച്ചയായിട്ടും നമ്മളുടെ ഉണ്ട്. അത് പ്രത്യക്ഷ പിന്തുണയാണ് എന്ന് പാകിസ്ഥാൻ ധരിക്കുന്നതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെയുള്ള ഓരോ സംഭവം നടക്കുമ്പോഴും ഭാരതമാണ് ഇതിന്റെ പിന്നിൽ, റോയാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞൊരു സാഹചര്യം. അപ്പോൾ ഈ ബലൂചിസ്ഥാനിൽ നിന്നൊരു അല്പം മാറി പാക് അധിനിവേശ കശ്മീരിലേക്ക് ഒരു ചോദ്യം ചോദിക്കുക. ഒരിക്കലും നടക്കാനിടയില്ലാത്തൊരു കാര്യമാണ്. എന്നാലും ഇസ്രായേലിനെ പോലെ നാളെ പാക് അധിനിവേശ കശ്മീർ നമ്മൾ ഏറ്റെടുത്ത് അവിടെ ഒരു മിലിറ്ററി ബഫർ സോൺ ആക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഭാരതത്തിലെ ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ചുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷെ അതൊരു നല്ല കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ബഫർ സ്റ്റേറ്റ് യഥാർത്ഥത്തിൽ ചൈനയുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയുമായിട്ടല്ലല്ലോ ബോർഡർ. യഥാർത്ഥ ബോർഡർ ഇന്ത്യയും ടിബറ്റും തമ്മിലാണ്. ടിബറ്റ് ഒരു പ്രത്യേക രാജ്യമാണ്. അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ സാമ്രാജ്യത്വ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് അവർ പിടിച്ചെടുത്തു വെച്ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അത് ടിബറ്റ് ടോട്ടൽ, ശരിക്കും പറഞ്ഞാൽ ടിബറ്റ് പോലെ ഒരു സമാധാനം കാക്ഷിക്കുന്ന ഒരു രാജ്യം ചൈനയ്ക്കും ഭാരതത്തിനും ഇടയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ആശ്വാസമാണ് നമുക്ക്. നമ്മളുടെ എക്സ്ചക്കറിൽ, നമ്മളുടെ ഡിഫൻസ് സ്പെൻഡിങ്ങിലൊക്കെ അതൊരു വലിയ ആശ്വാസമാകും. പക്ഷേ അത് സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് ഇന്നത്തെ അവസ്ഥയിൽ. അതുപോലെ തന്നെയാണ് ഇങ്ങനെയൊരു കാര്യം. പക്ഷേ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിൽ വലിയ തോതിൽ അക്രമം നടക്കുകയാണ്. വലിയ തോതിൽ ജനങ്ങൾ റിവോൾട്ടാണ്. അത് തടയാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഭാരതത്തിലേക്ക് ലയിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ അല്പം ആശങ്കയോടെയാണ് കാണുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടിയാണ്. ഈ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പല ഈ ഭൗമരാഷ്ട്ര വിദഗ്ധരും പറയുന്നത് ഒരുപക്ഷെ പാകിസ്ഥാൻ ഒരു 4 ചിതറിപ്പോകാൻ, 4 അതിനധികമോ കഷ്ടങ്ങളായി ചിതറിപ്പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആർപിയുടെ ഒരു ഇതിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതെന്ന് കരുതിയാൽ ഒരു എത്ര കാലം എന്നുള്ളൊരു കാലഘടന ഇതിന് പറയുവാൻ സാധിക്കുമോ? ഇല്ല, ഇത് അധികം വർഷങ്ങളിൽ ഈ ഒരു രീതിയിൽ മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസോഴ്സസ് ഇല്ല. അവരുടെ സാമ്പത്തിക രംഗം പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. അവർക്കൊരു നല്ല മാനുഫാക്ചറിങ്, ഒരു കാർ മാനുഫാക്ചറിങ് പോലും അതിനുള്ള ഫാക്ടറി പോലും അവർക്കില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറല്ല ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ഇത്. പക്ഷേ ഞാൻ പറയാണ്, അവർക്കൊരു ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് പോലും ആ രാജ്യത്തില്ല. മറിച്ച് അഴിമതിയാണ്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ പോലെ ഒരു രാജ്യം, അത് ആ രാജ്യം പിളർന്ന് അല്ലെങ്കിൽ പല കഷ്ണങ്ങളായി പോകുന്നതിന് ഒരു 2 വർഷം മുമ്പ് മോസ്കോയിലെത്തുന്ന ആർക്കും പറയാൻ സാധിക്കില്ലായിരുന്നു സോവിയറ്റ് യൂണിയൻ അടുത്ത 2 വർഷങ്ങൾക്കുള്ളിൽ പൂർണ്ണമായിട്ട് ഇല്ലാതായി ചിതറിപ്പോകുമെന്ന്. അതുകൊണ്ട് പാകിസ്ഥാൻ വളരെ ചെറിയ രാജ്യമാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ പാകിസ്ഥാനിൽ എന്തും പോസിബിളാണ്. പക്ഷേ
ഈ പറയുന്നത് പോലെ അത് ഈ പ്രദേശത്ത് വലിയൊരു അശാന്തിയാണ് ഉണ്ടാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റൊരു പാതയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ, വികസനത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയുടെയും ഒരു പാതയിലേക്ക് പോകുമ്പോൾ ഇത്തരം തലവേദനകളൊക്കെ ഒഴിവാക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക. പക്ഷെ പലപ്പോഴും ആഗ്രഹം അനുസരിച്ചല്ലല്ലോ ജിയോ പൊളിറ്റിക്സിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ പോര് ചായയുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുന്ന ഒരു രാജ്യവും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന് പറയുന്ന ഒരു രാജ്യവും തമ്മിലാണ് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ. എന്തായാലും കൂടുതൽ സംഭവങ്ങൾ വികസിക്കുന്നതിനനുസരിച്ച് വീണ്ടും ചർച്ചകളാവാം ആർപി. വളരെ നന്ദി ആർപി. തീർച്ചയായിട്ടും. നമസ്കാരം.